വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു SEBI രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 30-ാം തീയതി 5-ാം മാസം മെയ് മാസം 2025 രാവിലെ 8:20 ആയിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ഇന്നലത്തെ UOD ചാർട്ടിൻ്റെ സ്ക്രീൻഷോട്ടാണ്. ഈ ചാർട്ട് നിങ്ങൾക്ക് പറയുന്നുണ്ട് എവിടെയാണ് കറക്റ്റ്. നമ്മുടെ രാവിലെ ഇട്ട വീഡിയോ ഇന്നലെ പോയി കാണുക, കണ്ടിട്ടില്ലാത്തവരെല്ലാവരും കാണുക. എന്നിട്ട് ഈ ലെവൽസ് ആണോ ഇന്നലെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് എന്നുള്ള കമൻറ്റ് ബോക്സിൽ ഇടുക. എന്നിട്ട് ഈ ലെവൽസ് എങ്ങനെയാണ് ശ്രദ്ധിച്ചത്, നമ്മുടെ POCയുടെ ഇതും എങ്ങനെയാണ് ശ്രദ്ധിച്ചത് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അക്യൂറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബേസാണ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 24,900 PE ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. എവിടം വരെ വന്നു എന്നുള്ളതും എല്ലാം നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ജൂൺ മാസത്തിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. വീണ്ടും നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ജൂൺ മാസം നമ്മളെപ്പോഴും കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്, അതായത് നിഫ്റ്റി ഫ്യൂച്ചർ കണ്ടിന്യൂവേഷൻ ചാർട്ടാണ് ഇടുന്നത്. പക്ഷേ ആദ്യത്തെ ദിവസം മാത്രം, ഫസ്റ്റ് ഡേ മാത്രം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് കോൺട്രാക്റ്റിൻ്റെ മന്ത്ലി കോൺട്രാക്റ്റിൻ്റെ ചാർട്ടിലാണ് നമ്മുടെ ലെവൽസ് എടുക്കുക. സോ ഇന്ന് വെള്ളിയാഴ്ചയാണ്, ആദ്യത്തെ ദിവസമാണ്, കോൺട്രാക്റ്റ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ് ജൂൺ മാസത്തിൻ്റെ. സോ ഇതിനകത്ത് 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ്. ഈ ലെവൽസൊക്കെ വാച്ച് ചെയ്യുക. രണ്ടാമത്തത് ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 210 210 പോയിൻ്റ് ഓഫ് കൺട്രോൾ. അത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കണം, എങ്ങനെ ട്രേഡ് ചെയ്യണം എന്നുള്ളതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പോയി കണ്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ ഫോളോ ചെയ്താൽ തന്നെ ഈസി ആയിട്ട്, ആ സെറ്റപ്പ് ഫോളോ ചെയ്താൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് വരും. എല്ലാ ദിവസവും വർക്കാവുന്നുണ്ട്. ആൾക്കാർക്ക് ഭയങ്കര സംശയമാണ്, വർക്കാവൂലേ, എവിടെ പോവും അവിടെ പോവും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിഫ്റ്റിയിൽ ഇപ്പോൾ കഴിഞ്ഞ ഈ ബാങ്ക് നിഫ്റ്റി മന്ത്ലി കോൺട്രാക്റ്റ് ആയതിനു ശേഷം നിഫ്റ്റിയിൽ കൂടുതൽ വോളറ്റാലിറ്റിയും കൂടുതൽ ട്രേഡിംഗ് വോള്യൂമും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ SL നേരത്തേക്കാണെങ്കിൽ 10 പോയിൻ്റ് മതിയായിരുന്നു. ഇപ്പോൾ SL മിനിമം 25 പോയിൻ്റെങ്കിലും SL പ്ലാൻ ചെയ്യണം. നിങ്ങളെപ്പോഴും കണ്ടാൽ അറിയാം, എൻ്റെ SL പ്ലാനിങ് 20 പോയിൻ്റാണ്. 22 പോയിൻറ്റിൻ്റെയൊക്കെ SL ആണ് ഞാൻ പ്ലാൻ ചെയ്തത്. സോ അത് 25-30 പോയിൻറ്റിൻ്റെയൊക്കെ SL നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു എൻട്രിയും നല്ല രീതിയിലുള്ള ഒരു എക്സിറ്റും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ ഇതാണ് ലെവൽസ് നോക്കുക. എനിക്ക് ഇന്ന് ഈ ലെവൽ, അതായത് ഈ ബ്ലൂ ലൈൻ വരച്ചേക്കുന്നത് പ്രീവിയസ് ഡേ ഹൈ ആണ്. അത് പ്രീവിയസ് ഡേ ഹൈ 2 പ്രാവശ്യം അവിടെ, അതായത് 25,000 എന്ന് പറയുന്ന ഒരു ലെവലിൽ വന്നപ്പോഴത്തേക്കും അത് താഴോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ഒരു അലേർട്ടാണ്. അതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഓൾ ടൈം ഹൈ പോകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ഓൺ ബോർഡ് എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ ഇത് നോക്കിയിട്ട് ലെവൽസൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. PDL 24,800 അതാണ്. PDL എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ലോ, PDH എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈ. 25,000 മൾട്ടി ഡേ ഹൈ ആയിട്ട് മാറും. എങ്കിലും മുകളിലോട്ട് കുറച്ച് സ്റ്റോപ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിന്ന് കളിച്ചിട്ട് പോവുമോ അല്ല താഴോട്ട് വരുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതുതായിട്ട് കാണുന്നവർ, വെറും 2 മിനിറ്റിൻ്റെ 3 മിനിറ്റിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇടുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.